ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒട്ടും ഹാർഡല്ലാത്ത നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ്. നമ്മളിത് ബട്ടർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് നമുക്ക് കാണാം. 2 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് വേണ്ടത്. അത് ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്കയുടെ അളവെന്ന് പറയുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തതിന് ശേഷം 2 കപ്പ് വേണം. അതാണ് ചക്കയുടെ അളവ്. 2 കപ്പ് ചോപ്പ് ചെയ്ത ചക്ക. അപ്പോൾ അതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ 2 തവണ ഇട്ടിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ആ ചക്ക നല്ല പേസ്റ്റായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പോയിട്ട് ബാക്കി ചക്കയും കൂടി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ചക്കയും നമ്മളിവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റൗ ഓണാക്കുക. എന്നിട്ട് ഒരു നല്ലൊരു അലുമിനിയം പാത്രം എടുത്ത് വെക്കുക. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര, ആ പാത്രം ചൂടായി വരുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നമുക്കതിനെ മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിം സിമ്മിൽ വിട്ടിട്ട് വേണം ഇത് അരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ആയി വരുമ്പോൾ ഏതാണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മാറി നിന്ന് കുറേശ്ശെ വീതമാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നില്ലേ, ആ ചക്ക ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ചക്ക ചേർക്കുന്നതിന് മുമ്പായിട്ട് 2 ഏലക്ക നമുക്ക് ചതച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പൗഡറായിട്ടുണ്ടെങ്കിൽ പൗഡർ ഒരു 1/2 ടീസ്പൂൺ പൗഡർ ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ചക്കയും കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ വരട്ടിയെടുക്കണം. നമ്മൾ ഈ ചക്ക പായസത്തിനൊക്കെ വേണ്ടിയിട്ട് വരട്ടിയെടുക്കത്തില്ലേ, അതുപോലെ ഈ പഞ്ചസാര ലൈനിൽ കിടന്ന് നന്നായിട്ട് വരട്ടി അതൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ നന്നായിട്ട് വരട്ടിയെടുക്കുക. കുറച്ച് സമയം നമ്മൾ ഇതിൻ്റെ കൂടൊപ്പം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഏതാണ്ട് 1 മണിക്കൂറോളം എടുക്കും കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി നമുക്ക് ഈസിയാണ് ഇത് തണുത്ത് വന്നു കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു പാകം എത്തുന്നത് വരെ നമ്മൾ വരട്ടിയെടുക്കുക. ആ വെള്ളം എല്ലാം മാറി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് പേസ്റ്റി ആയിട്ട് വരുന്നത് വരെ വരട്ടിയെടുക്കണം. ഇതാണ് നമുക്ക് കേക്കിന് എടുക്കേണ്ട പാകം. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാവേ. അപ്പോൾ തീർച്ചയായും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോസിന് ലൈക്കും ഷെയറും കൊടുക്കണം കേട്ടോ. ഇത് മറ്റുള്ളവരിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണേ.